നമസ്കാരം. നമ്മൾ ഒരു കാലത്ത് ആശയവിനിമയം നടത്തിയത് കവലകളിൽ ഇരുന്നുകൊണ്ടായിരുന്നു. പിന്നെ അത് പത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടി, വാർത്തകൾ കിട്ടി. പിന്നെ TV ആയി, പിന്നെ അത് ഫേസ്ബുക്കായി, പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറി. ഇനിയുള്ള കാലം AI പോകാൻ പോവാം, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പോയി കഴിഞ്ഞിരുന്നു. പണ്ട് നമ്മൾ കവലയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് അറിവുകൾ കിട്ടിയിരുന്നു, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ട് ബോണ്ട്, അതിലൂടെ വിവാഹ ബന്ധങ്ങൾ, ഉത്സവങ്ങൾ, മേളകൾ, തെയ്യങ്ങൾ, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇതിലൂടെ നടന്നിരുന്നു. അവിടുന്നാണ് ശരിക്കും ചില ആൾക്കാരൊക്കെ BBC എന്ന് വിളിക്കും. ഒരുപാട് വാർത്തകൾ വന്ന് കവലകളിലോ അല്ലെങ്കിൽ ചായക്കടകളിലോ വന്നിരുന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബന്ധം ഭയങ്കര സുദൃഢമായിട്ടുള്ള ഇതായിരുന്നു. അവിടുന്നാണ് പത്രം, എല്ലാ പത്രങ്ങളും, പല രാഷ്ട്രീയ പാർട്ടിയുടെ പത്രങ്ങളും അല്ലാത്ത പത്രങ്ങളും ഇരുന്ന് രാഷ്ട്രീയ ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് തർക്കങ്ങളും അതൊക്കെ സ്നേഹങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നൊരു കമ്മ്യൂണിക്കേഷനായിരുന്നു. അവിടുന്ന് മാറി TV വന്നു. TV വന്ന കാലത്ത് കുട്ടികൾ കളിക്കാൻ പോകുന്നതിന് പകരം ആ സമയത്തൊക്കെ TV കണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായി. ആൾക്കാർ സീരിയലിൻ്റെ പുറകെ അല്ലെങ്കിൽ അങ്ങനെയായി. ഇപ്പം ഒരു പ്രായം ചെന്ന ആൾക്കാർ മാത്രമാണ് സീരിയലൊക്കെ കാണുന്ന അവസ്ഥ എത്തിയിട്ടുള്ളത്. ഓക്കെ, അവിടുന്ന് നമ്മൾ ഒരുപാട് ആശയങ്ങൾ നടത്തിയിരുന്നു. TV നമ്മൾ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. അതിനു മുമ്പേ പത്രങ്ങളിലായിരുന്നു നമ്മൾ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അവിടുന്ന് പതിയെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ കയറാൻ തുടങ്ങി. ഫേസ്ബുക്കിൽ കയറി ആൾക്കാർ കാര്യങ്ങൾ ചെയ്ത് ഉഷാറായി കാര്യങ്ങൾ വരുന്ന സമയത്ത് നെക്സ്റ്റ് ജനറേഷൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറിക്കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലാണ് യുവ തലമുറകൾ കംപ്ലീറ്റ് ഉള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അതുപോലെ കാര്യങ്ങൾ നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്നത്, മാർക്കറ്റിംഗ് സ്വാധീനം ചെലുത്തുന്നത്. ഏതൊരു പ്രൊഡക്റ്റും മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തേണ്ടതിന് ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ രീതിയിൽ അത് പുതിയ കാര്യങ്ങൾ അവലംബിച്ചിരുന്നു. ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് പോകുന്നത് AI ആണ്. ഇപ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതിന് പകരം എൻ്റെ ട്വിൻ ബ്രദർ, എന്നെപ്പോലെയുള്ള വേറൊരാൾ വന്ന് സംസാരിക്കും. ഇല്ലെങ്കിൽ ഞാൻ വേണ്ട ഏതെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ, വലിയ താരങ്ങൾ അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാലം ഓടുമ്പോൾ നമ്മുടെ ബിസിനസ്സും നമ്മുടെ മാർക്കറ്റിങ്ങും നമ്മുടെ സെയിൽസും നമ്മൾ പുതിയ മാർഗങ്ങളിലേക്ക് എത്തിക്കണം. ഇനി വരാൻ പോകുന്ന കാലം AI കാലമാണ്. ആ AI എത്തിയിട്ടുണ്ടെങ്കിലും ഓട്ടോമേഷനാണ് നടക്കുന്നത്. നമ്മൾ ഇതിലൂടെ ബന്ധപ്പെടുന്നു, ആൾക്കാരും ബന്ധപ്പെടാതെ, ആൾക്കാരും ചെയ്യാതെ ഒന്നും, അതായത് ഓൺലൈനിലൂടെ തന്നെ ആൾക്കാർ പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലേക്ക് ആകർഷകരായി അതിലൂടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഈ AI ഒരുപാട് കാര്യങ്ങളിലേക്ക് ചെയ്യുമെങ്കിലും ഹ്യൂമൻ ടച്ച് എപ്പോഴും സുദൃഢമായിട്ടുള്ള സംഗതിയാണ്. ആരെന്ത് മാർക്കറ്റിങ്ങും സെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അത് ക്ലോസിങ്ങിലേക്ക് പോകാൻ പറ്റും. ക്ലോസേഴ്സ് ഉണ്ടായിരിക്കണം നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ ടീമിലും. അങ്ങനെ ക്ലോസേഴ്സ് ഇല്ലാതെ, ഹ്യൂമൻ ടച്ച് ഇല്ലാതെ ഒരു വൺ വേ ട്രാഫിക് കാലഘട്ടം മാറാൻ പോവുകയാണ്. AI ആണെങ്കിലും ഹ്യൂമൻ ടച്ച് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ഥാപനത്തിലും നമ്മൾ ടീമിലും നന്നായിട്ട് ക്ലോസേഴ്സിനെ ഉണ്ടാക്കി എടുക്കേണ്ടത് അത്യാവശ്യമുള്ള സംഗതിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ല എങ്കിൽ കാലഘട്ടം നമ്മളെ മാറ്റപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് മാറ്റപ്പെടാതെ നമ്മൾ എന്നും ഈ സംവിധാനത്തിൻ്റെ കൂടെ നമ്മുടെ ബിസിനസ് മുൻകൂട്ടി കണ്ടുകൊണ്ട്, നമ്മളുടെ മാർക്കറ്റിംഗ്, നമ്മളുടെ ടീം എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അതിലേക്ക് മാറുകയും അതിൽ ശക്തമായിട്ട് വളരാൻ ശ്രമിക്കുകയും ചെയ്താൽ എല്ലാവർക്കും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.